ഏജൻസിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന എല്ലാ സ്കൂളുകളിലും നടത്തി വന്നുകൊണ്ടിരിക്കുന്ന ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ബിയോണ്ട് ദ ബസ് എന്ന പേരിലുള്ള ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അടക്കാത്തോട് സെന്റ് ജോസഫ് ഹൈസ്കൂളിലെ ലഹരി വിരുദ്ധ ക്ലബംഗങ്ങളും ഒന്നിച്ചു ചേർന്ന് വർഷങ്ങളായി ഇതിന്റെ പ്രവർത്തനങ്ങളാണ്. ഈ വർഷവും വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങളാണ് ലഹരി വിരുദ്ധ ക്ലബ്ബ് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. 50ഓളം കുട്ടികൾ ചേർന്ന് അണിയിച്ചൊരുങ്ങുന്ന നാടക, സംഗീത, നൃത്ത, ശില്പം വിവിധ കേന്ദ്രങ്ങളിലൂടെ കടന്നു വരികയാണ്. കഴിഞ്ഞ ശനിയാഴ്ച കേളകത്ത് വെച്ച് കേളകം ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി ലിസി ജോസഫ് അവர்கள் ഉദ്ഘാടനം ചെയ്ത് അവിടെ തുടങ്ങിയ ഈ സംഗീത, നാടക, നൃത്തശില്പം ഇന്ന് ഉച്ചയ്ക്ക് കളിച്ചാറിൽ നടത്തുകയും ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഇവിടെ പേരാവൂരിൽ സമാപിക്കുകയും ചെയ്യുകയാണ്. ബിയോണ്ട് ദ ബസ് എന്ന സ്കൂളിലെ പ്രവർത്തനം, ഈ പരിപാടി അതിനെ ലോഗോ പ്രകാശനം ചെയ്തത് തിരുവനന്തപുരത്ത് വെച്ച് ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ അവர்களാണ്. ഇത്തരത്തിൽ വിവിധ പ്രവർത്തനങ്ങളുമായി സ്കൂളിന്റെ ലഹരി വിരുദ്ധ ക്ലബ്ബ് മുന്നിട്ട് പോകുമ്പോൾ എല്ലാ നാട്ടിലെയും ആളുകളെ ഈ പ്രവർത്തനങ്ങളിലേക്ക് ഏകോപിപ്പിക്കുക, അതിൽ കണ്ണുകളാക്കുക, ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ സജീവരാക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. സ്കൂളിലെ വിദ്യാർത്ഥികൾ ആരും ലഹരി ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് തന്നെ സ്കൂളിൽ വെച്ച് മാത്രമുള്ള പ്രവർത്തനങ്ങളിൽ പ്രസക്തിയുമില്ല. നാട്ടിലേക്ക് ഇറങ്ങി ലഹരിയുടെ കാലഘട്ടങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്നവരെ ചേർത്ത് പിടിച്ച് അവരെ ബോധവത്കരിച്ച് നല്ല വ്യക്തിത്വങ്ങളായി മാറ്റുക എന്നുള്ളതാണ് ഈ കുട്ടികളുടെ ലക്ഷ്യം. അതുകൊണ്ടാണ് ബിയോണ്ട് ദ ബസ് എന്ന പേരിൽ കുട്ടികൾ ഏറെ നാളുകളായി പ്രാക്ടീസ് ചെയ്ത് നാടകവും നൃത്തവും സംഗീതവും ഒക്കെ കോർത്തിണക്കിയ ഒരു ഫ്യൂഷൻ ഗ്രൗണ്ട് എന്ന നിലയിൽ ഏകദേശം 45 മിനിറ്റുള്ള ഒരു സംഗീത ശില്പം ഇവിടെ അവതരിപ്പിക്കപ്പെടുക. തീർച്ചയായിട്ടും ഏറെ സന്തോഷമുണ്ട്. എല്ലാ വിദ്യാർത്ഥികളെയും അഭിനന്ദിക്കുന്നു. അവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപകരുടെ അവരെ ഓർക്കുന്നു. ഈ പരിപാടിയിൽ വളരെ മനോഹരമായ രീതിയിൽ സാന്നിധ്യ സഹകരണം നൽകി എത്തിച്ചേരുന്ന പങ്കെടുക്കുന്ന എല്ലാ ജനപ്രതിനിധികളെയും പോലീസ് സിബ്ബന്ദികളെയും ഓർക്കുകയാണ്. ഞാനെന്റെ എളിയ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. യോഗത്തിന്റെ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുന്നത് നമ്മുടെ പ്രിയങ്കരായ പി ടി എ പ്രസിഡന്റ് ശ്രീ മാത്യു കാരക്കാട്ട് അവர்களാണ്. പി ടി എയുടെ നേതൃത്വത്തിൽ ഈ വിദ്യാലയത്തിന്റെ വിവിധ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു. പി ടി എ പ്രസിഡന്റായ ശ്രീ മാത്യു കാരക്കാട്ട് അവരുടെ ഈ പരിപാടിയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയാം, ഇന്നത്തെ ഈ പരിപാടി ബിയോണ്ട് ദ ബസ് പരിപാടി ഇവിടെ നടക്കുമ്പോൾ, പേരാവൂരിന്റെ മണ്ണിൽ നടക്കുമ്പോൾ പേരാവൂരിന്റെ കരുത്തിയായ ജനകീയായ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഇന്ദിര ശ്രീധരൻ അവர்கள் നമ്മോടൊപ്പം സാന്നിധ്യം അറിയിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. ഇന്ദിര ചേച്ചി ഞങ്ങളുടെ നാട്ടുകാർ കൂടിയാണ്. ഇന്ദിര ചേച്ചി എല്ലാവിധ പ്രവർത്തനങ്ങളിലും സഹകരിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിത്വം കൂടിയാണ്. ഇവിടെ നടക്കുമ്പോൾ ആദ്യം മനസ്സിലോർന്നത് ഇന്ദിര ചേച്ചി തന്നെ ഉദ്ഘാടനം ചെയ്ത് ലഭിക്കണമെന്നായിരുന്നു. അതനുസരിച്ച് ചേച്ചിയോട് ചോദിച്ചപ്പോൾ പ്രസിഡന്റ് വളരെ മനോഹരമായ രീതിയിൽ അത് സമ്മതിക്കുകയും ഇപ്പോൾ എത്തിച്ചേരുകയും ചെയ്തിരിക്കുന്നു. പ്രിയപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഇന്ദിര ശ്രീധരൻ അവരുടെ ഈ യോഗത്തിലേക്ക് ഏവരുടെ പേരിൽ ഭാഗവുമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ യോഗത്തിന് ആശംസ അറിയിച്ച് നമ്മോട് സംസാരിക്കുന്നത് പേരാവൂർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രിയപ്പെട്ട ജനപ്രതിനിധികളാണ്. പേരാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനോട് ഇക്കാര്യം ആവശ്യപ്പെട്ടപ്പോൾ വളരെ നല്ല രീതിയിൽ സഹകരിക്കാമെന്ന് ഉറപ്പ് നൽകുകയും ഇന്ന് തിരക്കുള്ളതുകൊണ്ട് തിരുവനന്തപുരത്ത് മീറ്റിംഗ് ഉള്ളതുകൊണ്ട് വരാൻ സാധിക്കില്ല എന്നും പകരം പഞ്ചായത്തിന്റെ ജനപ്രതിനിധികളെ ഈ പരിപാടിയിലേക്ക് അയക്കുകയും ചെയ്തിരിക്കുന്നു. തീർച്ചയായിട്ടും നമ്മോട് സംസാരിക്കാൻ വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്ന ആശംസ അറിയിക്കുന്ന ശ്രീ ജോയ്കുട്ടി സാറിനെയും സുരേഷ് സാറിനെയും ഏറെ സ്നേഹത്തോടുകൂടി ഒപ്പം അവരോടൊപ്പം എത്തിച്ചേർന്നിരിക്കുന്ന പേരാവൂർ ഗ്രാമപഞ്ചായത്തിന്റെ ജനപ്രതിനിധികളെയും ഒറ്റവാക്കിൽ ഏവരുടെ പേരിൽ സ്വാഗതം അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ആശംസ അറിയിച്ച് നമ്മോട് സംസാരിക്കുന്നത് നമ്മുടെ പേരാവൂർ പോലീസ് വിഭാഗത്തിൽ നിന്ന് സബ് ഇൻസ്പെക്ടറായ ബഹുമാന്യായ ബഷീർ സാറാണ്. നമ്മുടെ ഈ യോഗത്തിൽ ക്ഷണിച്ച ബഷീർ സാർ എത്തിച്ചേർന്നിരിക്കുന്നു. നമ്മൾ സംസാരിക്കുന്നു. ബഷീർ സാറിന്റെ ഏവരുടെ പേരിൽ ഭാഗമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും നമ്മുടെ പ്രിയങ്കരായ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ശ്രീ JSK അവர்களാണ്. ജെഫ് സാറിനെ എല്ലാവരുടെ പേരിൽ ഭാഗമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ MPTA പ്രസിഡന്റ് ശ്രീമതി മേൽക്കൊടി ജോൺസൺ അവർ നമ്മോടൊപ്പമുണ്ട്. ആശംസ അറിയിച്ച് സംസാരിക്കുന്ന
എംപിന്റെ പ്രസന്റേഷൻ ജോൺസൺ അവരുടെ ഏവരുടെയും പേരിൽ സ്വാഗതം ആശംസിക്കുകയാണ്. പേരാവൂർ ബ്ലോക്കിന്റെയും പഞ്ചായത്തിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും ജനപ്രതിനിധികളെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മെമ്പർമാരെയും എല്ലാവരുടെയും പേരിൽ ഭാഗമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിന്റെ PTA-യുടെയും MPTA-യുടെയും എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, അതുപോലെ തന്നെ അധ്യാപകർ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, ഈ പേരാവിന്റെ മണ്ണിൽ നമ്മളെ സാമൂഹിക വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട വ്യാപാര സുഹൃത്തുക്കൾ, ഓട്ടോറിക്ഷ സുഹൃത്തുക്കൾ തുടങ്ങി അനവധി നാട്ടുകാരായ ആളുകൾ, ഇവരെല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. സഹോദരിമാരെ, മാനന്തവാടി രൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസിയുടെയും അടയ്ക്കാത്തോട് സെന്റ് ജോസഫ് ഹൈസ്കൂൾ ലഹരി വിരുദ്ധ ക്ലബിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഈ വർഷം നടത്തിവരുന്ന ബിയോണ്ട് ദ ബസ് പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും സ്നേഹപൂർവ്വം ആദ്യം നേരുകയാണ്. കഴിഞ്ഞ 3 വർഷക്കാലം അടയ്ക്കാത്തോട് സെന്റ് ജോസഫ് ഇടവകയിൽ ഹൈസ്കൂളിൽ ഒരുപാട് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളിവിടെ അവരുടെ പ്രോഗ്രാമുകൾ വളരെ ഭംഗിയായി അവതരിപ്പിക്കുകയാണ്. 20 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സരസ്വതി ക്ഷേത്രമാണ് സെന്റ് ജോസഫ് ഹൈസ്കൂൾ. ഏറെ അഭിമാനത്തോടുകൂടി ഞങ്ങൾക്ക് പറയാൻ സാധിക്കുന്ന കഴിഞ്ഞ 15 വർഷവും 100% വിജയം നേടിയ ഹൈസ്കൂളാണ് ഞങ്ങളുടെ. പഠനത്തോടൊപ്പം തന്നെ സാംസ്കാരിക എല്ലാ മേഖലകളിലും ഉന്നത വിജയം നേടുന്ന മക്കളാണ് ഞങ്ങളുടെ ഓരോരുത്തരും. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഇന്ദിര അവരെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ലഹരിയല്ല, ജീവിതമാണ് ലഹരി എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് മാരകമായ ലഹരി വസ്തുക്കൾ നമ്മുടെ തലമുറയെ കാർന്നു തിന്നാൻ അനുവദിക്കരുത് എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ജീവിതമാണ് ലഹരി എന്ന അക്ഷരങ്ങൾ നഗരസഭയിൽ തെളിഞ്ഞു വരികയാണ്. ഇത് ഏറ്റെടുക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുമാണ്. ഭാവി തലമുറ ലഹരി മുക്തമായി മാറട്ടെ എന്ന ആശംസയോടെ പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഇന്ദിര ഔപചാരികമായി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. വിദ്യാർത്ഥികളെ, അധ്യാപകരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, അടക്കാത്തോട് സെന്റ് ജോസഫ് ഹൈസ്കൂളിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇവിടെ കുട്ടികളുടെ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു. നല്ല ഭംഗിയായി കുട്ടികൾ അതിന് ലഹരി വിരുദ്ധ പ്രവർത്തനത്തിന്റെ ഒരു സന്ദേശം ആ നൃത്തത്തിലൂടെ ഇവിടെ അവതരിപ്പിച്ചത് വളരെ നല്ലതായിരുന്നു. തീർച്ചയായും നമുക്കൊക്കെ അറിയാം, കുട്ടികൾ എന്തെങ്കിലും പരിപാടി അവതരിപ്പിക്കുമ്പോൾ കുട്ടികൾ എന്തെങ്കിലും നേതൃത്വം നൽകുമ്പോൾ എല്ലാവരും അത് പ്രത്യേകം ശ്രദ്ധിക്കണം. തീർച്ചയായും സംസ്ഥാന സർക്കാരിന്റെ ഓപ്പറേഷൻ തുഫാൻ എന്ന പേരിലുള്ള ഈ ലഹരി വിരുദ്ധ പ്രവർത്തനത്തിന്റെ ഭാഗമായി കുട്ടികളിലൂടെ നമ്മുടെ ഇന്നിപ്പോൾ എല്ലാ വിദ്യാലയങ്ങളിലും ഒക്കെ തന്നെ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട്. തീർച്ചയായും നമുക്കറിയാം, നമ്മുടെ അടക്കാത്തോട് സെന്റ് ജോസഫ് ഹൈസ്കൂളിന്റെ കഴിഞ്ഞ ദിവസം കേരളത്തിലും അതുപോലെ മലനാട്ടിലും നമ്മുടെ പേരാവിലും നടത്തപ്പെടുകയാണ്. നമുക്ക് ഇന്ന് നമ്മുടെ യുവതലമുറ പ്രത്യേകിച്ചും വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ലഹരി മാഫിയ പ്രവർത്തിക്കുന്നത് നമുക്കൊക്കെ അറിയാം. തീർച്ചയായും അതിലൊന്നും പെട്ടുപോകാതെ നമ്മുടെ അതിലൊന്നും വഴി തിരിഞ്ഞു പോകാതെ നമുക്ക് രക്ഷപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഭാവിയുടെ വാഗ്ദാനങ്ങളാണ് നമ്മുടെ കുഞ്ഞുമക്കൾ. തീർച്ചയായും നമ്മുടെ രക്ഷിതാക്കളൊക്കെ തന്നെ വളരെ പ്രതീക്ഷയോട് കൂടി വളർത്തിക്കൊണ്ടുവരുന്ന നമ്മുടെ ഇങ്ങനെയുള്ള ലഹരി മാഫിയുടെ ഇതിലൊന്നും പോകാതെ നല്ല മക്കളായി വളരാൻ വേണ്ടി നമുക്കൊക്കെ സാധിക്കണം. അതിനെ നമുക്ക് പ്രകടിപ്പിക്കാനായാലും സമൂഹം ഒരു സ്കൂളായി മാറ്റാൻ ആ സ്ഥാപനത്തിൽ എഴുതിയിട്ടുണ്ട് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വിദ്യാഭ്യാസത്തിന് ഊന്നൽ മുന്നോട്ട് പോകുന്ന രക്ഷിതാക്കളും നാട്ടുകാരും എല്ലാമാണ് മാറ്റുന്നത്. പക്ഷേ നമ്മളെ അങ്ങനെ എത്തിച്ചുകൊണ്ട് ഇന്ന് മദ്യത്തിന്റെ ലഹരിയിലെ വിദ്യാർത്ഥികളെ വശംവദരാക്കിക്കൊണ്ട് മദ്യമാഫികൾ അല്ലെങ്കിൽ ലഹരി മാഫിയകൾ കടന്നു വന്നിരിക്കുകയാണ്.
നമുക്കറിയാം, നമ്മളെല്ലാം കണ്ടിട്ടുള്ളത് താഴെയുള്ള മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും കുറിച്ചാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എന്നാൽ ഇന്ന് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കുട്ടികളുടെ നാട്ടിനകത്തേക്ക് സ്റ്റാമ്പ് കൊടുത്തുകൊണ്ട് ലഹരി ഉണ്ടാക്കുന്ന ഒരു അവസ്ഥ. അതുപോലെ തന്നെ രാസലഹരിയുടെ പേരിൽ പല സംഘങ്ങൾ ചേർത്തുകൊണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ലഹരി, ഇതെല്ലാം വിറ്റഴിക്കാനുള്ള ഉപാധിയായി അല്ലെങ്കിൽ ഇതിന്റെ എല്ലാം വാഹകരായി വിദ്യാർത്ഥികളെയാണ് ഈ സമൂഹത്തിൽ എന്നത് നാം ചിന്തിക്കേണ്ടതാണ്. നമ്മുടെ തലമുറയെ, നമ്മുടെ പിഞ്ചുമക്കളെ അതിന് വിട്ടുകൊടുത്തുകൂടാ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അടക്കാത്തോട് ഈ ഹൈസ്കൂൾ സംഘം കഴിഞ്ഞ 3 വർഷമായി ലഹരി വിരുദ്ധ ക്യാമ്പയിനിൽ തന്നെ ബിയോണ്ട് ഈ അടക്കാത്തോട് ഹൈസ്കൂൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനം മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ്. ഓപ്പറേഷൻ തൂഫാൻ എന്ന പേരിൽ കഴിഞ്ഞ മാസം ഇതേ സ്ഥലത്ത് വെച്ച് പേരാവൂർ പോലീസ് സബ് ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ ഒരു കൂട്ടയോട്ടവും അതുപോലെ ബോധവൽക്കരണ ക്ലാസും എല്ലാം ഇവിടെ നടന്നിട്ടുണ്ട്. ആ പരിപാടിയിൽ നല്ല പങ്കാളിത്തമാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഒരു 15 വയസ്സ് ആയി കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളെ പറ്റി നമുക്ക് വല്ലാത്ത ഒരു ആകുലതയാണ്. അപ്പൊ അതിനെ അടക്കാത്തോട് ഹൈസ്കൂൾ ഈ ഇതുപോലെയുള്ള ലഹരി വിരുദ്ധ പ്രവർത്തനമായിട്ട് മുന്നോട്ട് വന്നതിൽ അവരെ അങ്ങേയറ്റം അഭിനന്ദിക്കുകയാണ്. നിങ്ങൾ നടത്തുന്ന പ്രവർത്തനം ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനമാണ്. ഇതിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. പോലീസ് സബ് ഇൻസ്പെക്ടർ ശ്രീ ബഷീർ തേർക്കണ്ടി അവരുടെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ആദരണീയരും പ്രിയങ്കരരുമായ വേദിയിരിക്കുന്ന ശിക്ഷകളെ, സദസ്സിലുള്ള വിദ്യാർത്ഥികളെ, അധ്യാപകരെ, സെന്റ് ജോസഫ് ഹൈസ്കൂൾ അടക്കാത്തോടിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ബിയോണ്ട് ദ ബസ് എന്ന പരിപാടി ഒറ്റവാക്കിൽ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നതോടൊപ്പം നിങ്ങളുടെ തുടക്കത്തിൽ അവതരിപ്പിച്ച മനോഹരമായിട്ടുള്ള നൃത്തത്തെയും ഞങ്ങളിനി കാണാൻ പോകുന്ന 40 മിനിറ്റോളമുള്ള നൃത്തശില്പത്തെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തന്നെ ഓർമ്മിച്ചുകൊണ്ട് വേണ്ടേ ലഹരിക്കെതിരെ സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള ഓപ്പറേഷൻ തൂഫാൻ എന്ന പരിപാടിയുടെ ഭാഗമായും ഈ പരിപാടിയെ നാം ശ്രമിക്കണമെന്ന് ആഗ്രഹിക്കണം. ലഹരിക്കെതിരെ ഒരു സന്ദേശം അറിയിക്കുക എന്നുള്ളത് എനിക്ക് പറയാനുള്ളത് 3 കാര്യങ്ങൾ മാത്രമാണ്, 3 വാക്കുകൾ മാത്രമാണ്. If wealth is lost, nothing is lost. If health is lost, something to be lost. If character lost, everything is lost. നമുക്ക് പണം നഷ്ടപ്പെട്ടാൽ അഥവാ ധനം നഷ്ടപ്പെട്ടാൽ നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല. നമുക്ക് ആരോഗ്യം നഷ്ടപ്പെട്ടാൽ നമുക്ക് എന്തൊക്കെയോ നഷ്ടപ്പെടാനുണ്ട്. നമ്മുടെ സ്വഭാവം നഷ്ടപ്പെട്ടാൽ നമുക്ക് എല്ലാം നഷ്ടപ്പെട്ടു. ഈ ലഹരി എന്ന് പറയുന്ന നമ്മുടെ നരകത്തിലേക്ക് നയിക്കുന്ന, നമ്മുടെ അമ്മയ്ക്ക് മകനില്ലാതാവുന്ന, നമ്മളുടെ പെങ്ങന്മാർക്ക് ഭർത്താക്കന്മാരില്ലാതാകുന്ന, നമ്മുടെ അച്ഛനമ്മമാർക്ക് മകനില്ലാതാകുന്ന ഈ ദുരന്തത്തെ വലിച്ചെറിയുന്നതിന് വേണ്ടി ഈ കുട്ടികൾ ഉൾപ്പെടെയുള്ള എല്ലാവരും വേദിയിലിരിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരായാലും സാമൂഹ്യ പ്രവർത്തകരായാലും എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ആയാലും എല്ലാ ഡിപ്പാർട്ട്മെന്റും ചേർന്നുകൊണ്ട് എടുക്കുന്ന ഈ ഉദ്യമത്തെ നമ്മുടെ നാട്ടുകാരും നമ്മുടെ വീട്ടുകാരും നമ്മുടെ സമുദായം ഏറ്റെടുക്കണം. നമ്മുടെ വീട് നന്നായാൽ നമ്മുടെ സമുദായം നന്നായി, നമ്മുടെ സമുദായം നന്നായാൽ സമൂഹം നന്നായി, സമൂഹം നന്നായാൽ നമ്മുടെ സംസ്ഥാനം നന്നായി, സംസ്ഥാനം നന്നായ രാഷ്ട്രം നന്നായി, രാഷ്ട്രം നന്നായ ലോകം നന്നായി. നമ്മളെല്ലാം ലോകത്തുള്ളവരാണ് എന്ന് തെളിയിക്കുന്നതിനുള്ള ഒരു അവധിയാണ് ശ്രീ ജെയിംസ് CA അവരെ ക്ഷണിക്കുന്നു. നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി സർക്കാർ തൂഫാൻ പ്രൊജക്ടോടുകൂടി നേരിടുമ്പോൾ അതിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഹൈസ്കൂൾ വിഭാഗത്തിലുള്ള കുട്ടികളിലൂടെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ പരിപാടികൾ നമുക്കറിയാം. അടയ്ക്കാത്തോട് ഭാഗത്ത് നിന്നും പേരാവൂർ വരെ ഏകദേശം 20ഓളം കിലോമീറ്റർ ദൂരമുണ്ട്. സ്വന്തം അവർ 3-4 ദിവസമായി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഉദ്ഘാടന പരിപാടിയിൽ ഞാൻ പങ്കെടുത്തു.
കേരളത്തായിരുന്നു വിനോദ പരിപാടി. അതിനുശേഷം കണിച്ചാറ്, അതുപോലെ പേരാവൂർ ടൗണിലും അത് മറ്റു പൊതുജനങ്ങളെ ലഹരിയിൽ നിന്നും എങ്ങനെ പിന്തിരിപ്പിക്കാം, അവർക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചിന്തിക്കാൻ കഴിയും എന്ന രീതിയിൽ നൃത്ത സംഗീത നാടകത്തിലൂടെ അവതരിപ്പിക്കുമ്പോൾ കാണുന്ന ആളുകളിൽ ലഹരിയിൽ നിന്നും വിട്ടു നിൽക്കാനും ലഹരിയെ ഉപയോഗത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനും അവർക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നമുക്കറിയാം, ഇതിനുവേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകരുണ്ട്. ഒരാഴ്ചയായി അവർ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഇതിന് നേതൃത്വം നൽകുന്നത് അവിടുത്തെ ഹെഡ്മാസ്റ്റർ ജോസ് സാറാണ്. ഇതിന്റെ സംഗീത ആവിഷ്കരണം, ഇതിന്റെ സൗണ്ട് സിസ്റ്റം, വാഹനം എല്ലാം സ്കൂളിന്റെ തന്നെയാണ് എടുത്തുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്നത്. ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നു 2026 ആദ്യമായിട്ടാണ് സ്കൂളിൽ നിന്നും സൗണ്ട് സിസ്റ്റം അടക്കം കുട്ടികളെ അടക്കം ഒരുക്കി ഒരു പ്രൊജക്റ്റിന് വേണ്ടി, നമ്മുടെ സമൂഹത്തിന് വേണ്ടി കുട്ടികൾക്ക് പഠനത്തെക്കാൾ ഉപരി നമ്മുടെ സമൂഹത്തിൽ കുട്ടികൾക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും എന്ന് കുട്ടികളെ മനസ്സിലാക്കി കൊടുക്കാൻ ഇങ്ങനെയുള്ള പരിപാടികൾ നമുക്ക് കൂടുതൽ പ്രചോദനമാകും. അതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ നമ്മൾ ഇവിടെ കുട്ടികളെ കൊണ്ട് ഇങ്ങനെയുള്ള പരിപാടികൾ സാധിക്കും. ഇവിടെ നമ്മുടെ അധ്യക്ഷൻ പറഞ്ഞു 15 വർഷമായിട്ട് 100% വിജയം കൈവരിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂള്. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ വിജയം കൈവരിക്കുന്ന ഒരു സ്കൂൾ എന്ന നിലയിൽ അവർക്ക് പഠനത്തെക്കാൾ ഉപരി പഠനം 100% വളരെ വിശദമായിട്ട് ലഹരിയെക്കുറിച്ചും ലഹരിയുടെ ഉപയോഗത്തെക്കുറിച്ചും ലഹരി ഉപയോഗിക്കുന്നതിന്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ചും വളരെ വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല. ലഹരി എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തെ കാർന്നു എന്നൊരു ക്യാൻസറായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ലഹരി കൊച്ചു കുട്ടികൾ മുതൽ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. മുൻപൊക്കെ നമ്മൾ ആൺകുട്ടികളെ മാത്രം ലഹരി ശ്രദ്ധിച്ചാൽ മതിയായിരുന്നു എങ്കിൽ ഇപ്പോൾ നമ്മുടെ പെൺകുട്ടികളാണ് ഇതിലേക്ക് കൂടുതലായി വരുന്നത് എന്നൊരു വലിയൊരു യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പോൾ 30-20 ഇടയ്ക്കുള്ള അഭ്യസ്തവിദ്യരായ നമ്മുടെ പെൺകുട്ടികൾ ലഹരിക്ക് അടിമപ്പെട്ട് ലഹരി വാഹകരായി മാറി പോലീസിന്റെ മധ്യത്തിൽ അവർ ഇരുന്നു പോകുന്ന കാഴ്ച എന്ന് പറയുമ്പോൾ ഓരോ അമ്മമാരുടെയും ഓരോ രക്ഷിതാക്കളുടെയും കണ്ണ് നനയിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ കൊച്ചു മക്കൾ ഇതിനെതിരെ ഒരു ചെറിയ സംരംഭവുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ്. നമ്മുടെ സ്കൂളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ പാഠ്യ വിഷയങ്ങളിലെല്ലാം മികവ് പുലർത്തുന്ന ഒരു സ്കൂളാണ്. നമ്മുടെ മക്കൾ കണിച്ചാറിപ്പോൾ ഒരു പരിപാടി കഴിഞ്ഞാണ് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്. നമ്മുടെ മക്കളൊക്കെ മടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് കൂടുതലായി ഒന്നും ഞാൻ പറയുന്നില്ല. ഇവിടെ നമ്മളൊരു നമ്മുടെ ബാല്യ കൗമാര യുവത്വങ്ങളെ രക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ ജീവിതമാണ് ലഹരി എന്ന ആപ്തവാക്യത്തെ ജനഹൃദയങ്ങളിൽ എത്തിക്കുക എന്ന ദൗത്യവുമായി അടയ്ക്കാത്തോട് സെന്റ് ജോസഫ്സ് ഹൈസ്കൂളിലെ ലഹരി വിരുദ്ധ ക്ലബ് അംഗങ്ങൾ വിവിധങ്ങളായ പ്രവർത്തനങ്ങളാണ് ആവിഷ്കരിച്ച് നടപ്പിലാക്കുക. സർക്കാരിന്റെ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിക്ക് പിന്തുണ നൽകിക്കൊണ്ട് ലഹരി നമുക്ക് വേണ്ട എന്ന സന്ദേശം അറിയിച്ച് ഈ ടൗണിൽ അടയ്ക്കാത്തോട് സെന്റ് ജോസഫ്സ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളായ ഞങ്ങൾ അണിയിച്ചൊരുക്കുന്ന സാമൂഹ്യ സംഗീത നാടക നൃത്തശില്പം ബിയോണ്ട് ദ ബസ്.
ഇരുളുമില്ല, വെളിച്ചവും. ഞാനോ നിങ്ങൾ കാണാത്ത കാഴ്ചകൾ കാണുന്നവൻ, കേൾക്കാത്ത വാർത്തകൾ കേൾക്കുന്നവൻ, നിങ്ങൾ പറയാത്ത വാക്കുകൾ പറയുന്നവൻ. ഞങ്ങൾ നാടോടികൾ, ഞങ്ങൾ കാണാത്ത കാഴ്ചകളില്ല, ഞങ്ങൾ കേൾക്കാത്ത വാർത്തകളില്ല, ഞങ്ങൾ പറയാത്ത വാക്കുകളില്ല, ഞങ്ങൾക്കറിയാത്ത ഉത്തരവുകളില്ല. എങ്കിൽ പറയൂ, ഈ നാട് പരിസ്ഥിതി ദുർബല പ്രദേശമായത് എങ്ങനെ? മനുഷ്യന് ശാന്തിയും സമാധാനവും ഇല്ലാതായത് എന്തുകൊണ്ട്? ലഹരി ഈ നാടിനെ നെരുക്കുന്നത് എന്തുകൊണ്ട്? നിങ്ങൾക്ക് ഉത്തരമില്ലല്ലേ? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കാഴ്ചയാണ്. നിങ്ങൾ കാണാത്തവ കാണുന്നവൻ, നിങ്ങൾക്ക് അറിയാത്തവ അറിയുന്നവൻ. നീ ഞങ്ങളെ ഭ്രാന്ത് പിടിപ്പിക്കുന്നു, വെറും വിഡ്ഢിത്തങ്ങൾ പറഞ്ഞ് പറ്റിക്കുന്നു, അസത്യങ്ങൾ കൊണ്ട് കണ്ണിനെ മറയ്ക്കുന്നു, ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ കൊണ്ട് നീ ഇരുട്ടാക്കുന്നു. പറയാം, ഞാൻ പറയാം. ലഹരി, ലഹരി മാത്രം. അതെ, ലഹരി, മനുഷ്യന്റെ സ്വാർത്ഥതയുടെ ലഹരി, ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള അധമമായ ലഹരി. കണ്ടില്ലേ, ആകാശത്തെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുന്നു. മേഘക്കീഴുകളിൽ മിന്നൽ പിണരുകൾ, ഇടിനാഥങ്ങളുടെ അട്ടഹാസങ്ങൾ, ദിഗന്ധങ്ങളുടെ രൗദ്രഭാവങ്ങൾ. വരൂ കൂട്ടരെ, നമുക്ക് ഈ ജാലകവരി അടയ്ക്കാം. അതെ, കാഴ്ചകളുടെ ജാലകങ്ങൾ അടച്ച് നമുക്ക് സുരക്ഷിതരാകാം. വിഡ്ഢികൾ, കാഴ്ചകളുടെ ലഹരിയുടെ ലോകം കാണാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? നിസ്സംഗതയുടെ ഈ ജാലകവരി ഞാനിതാ തുറക്കുന്നു. ദാ കണ്ടോ, എന്റെ കാഴ്ചവട്ടത്തിലേക്ക് നോക്കൂ. കാണാത്ത കാഴ്ചകൾ കാണാൻ ദാ ഇവിടെ വരൂ. കണ്ണുണ്ട് കാണാതിരുന്നാൽ കാഴ്ചകൾ കാണില്ല നമ്മൾ, കാതുണ്ട് കേൾക്കാതിരുന്നാൽ വാർത്തകൾ കേൾക്കില്ല നമ്മൾ. ഈ കാഴ്ചവട്ടങ്ങളെന്നും നേരിന്റെ സൂര്യനെ കാണാം, നോവിന്റെ നൊമ്പരം കേൾക്കാം. കണ്ണുണ്ട് കാണാതിരുന്നാൽ കാഴ്ചകൾ കാണില്ല നമ്മൾ, കാതുണ്ട് കേൾക്കാതിരുന്നാൽ വാർത്തകൾ കേൾക്കില്ല നമ്മൾ. ഈ കാഴ്ചവട്ടങ്ങളെന്നും നേരിന്റെ സൂര്യനെ കാണാം, നോവിന്റെ നൊമ്പരം കേൾക്കാം. ദാ കണ്ടോളൂ, സ്പന്ദിക്കുന്ന ജീവിതത്തിൽ ലഹരി ഉന്മാദ നൃത്തം ചവിട്ടി ആടിത്തുമർക്കുന്നത് കണ്ടോളൂ. നോക്കൂ,
എങ്ങോട്ടാണ് രണ്ടുപേരും കൂടി സല്ലപിക്കാനാ? ചേട്ടന്മാരെ, ഞങ്ങൾ ഫ്രണ്ട്സ് ആണ്. ഹോസ്പിറ്റലിലേക്കാ. അയ്യോ, ആദ്യം ഫ്രണ്ട്ഷിപ്പാ കൊച്ചി തുടക്കം, പിന്നെ ആ ഷിപ്പുകൾ വലുതാവുന്നേ. നിങ്ങൾ മാന്യമായി സംസാരിക്കണം. നിങ്ങളൊക്കെ ആരാ? ഞങ്ങൾ സദാചാര പോലീസ്. നാട്ടിൽ സദാചാരം പുലർത്തുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? നിന്നെ തന്നെയാണ് ഞങ്ങൾക്ക് വേണ്ടത്. വേണ്ട വേണ്ട, ഞങ്ങളെ ഒന്നും ചെയ്യരുത്. ഇന്നേ ദിവസം ഞങ്ങളോട് കൂടിയായിരുന്ന ഞങ്ങൾ ഓരോരുത്തരെയും നന്ദിയോടെ ഓർക്കുന്നു. സെന്റ് ജോസഫ് ഹൈസ്കൂൾ അടയ്ക്കാത്തോട് ഒരു പോരാട്ടത്തിലാണ്, ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ. ആ പോരാട്ടത്തിൽ ഞങ്ങളോട് ചേർന്ന് നിന്ന പേരാവൂരുകാരായ ഓരോരുത്തരോടും പ്രത്യേകിച്ച് ഇന്ന് ഈ സമ്മേളനം ഇവിടെ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഇന്ദിരാമണി ഞങ്ങളുടെ സ്കൂളിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ പരിപാടിക്ക് അധ്യക്ഷപദം സംസാരിച്ച സ്കൂളിന്റെ പ്രിയപ്പെട്ട PTA പ്രസിഡന്റ് ശ്രീ മാത്യു കാരക്കാട് അവർക്കും, അതുപോലെ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച പേരാവൂർ സബ് ഇൻസ്പെക്ടർ ശ്രീ ബഷീർ സാർ, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ശ്രീ ജെയിംസ് സാർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ശ്രീ ജോയ്കുട്ടി, ശ്രീ സുധീർ സാർ, സുരേഷ് സാർ, ഓക്കെ, അതുപോലെ പഞ്ചായത്തിലെ മറ്റ് അംഗങ്ങൾ, ഇവിടെ സാഗൂതം ഞങ്ങളെ വീക്ഷിച്ച വ്യാപാര സ്ഥാപനങ്ങളിലെ സഹോദരങ്ങൾ, ടാക്സി ഡ്രൈവേഴ്സായ ഞങ്ങളുടെ സഹോദരങ്ങൾ, അതുപോലെ അഭിനേതാഭിഷികളായ ഓരോരുത്തർക്കും പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. ഈ പരിപാടി ഇവിടെ പൂർത്തിയാകുമ്പോൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഒട്ടേറെ പേരുകളുണ്ട്. പ്രത്യേകമായി ഞങ്ങളുടെ സ്കൂൾ മാസ്റ്റർ ശ്രീ ജോസ് സ്റ്റീഫൻ സാർ, അദ്ദേഹത്തിന്റെ രചനയിലും സംവിധാനത്തിലും വളരെ മനോഹരമായി തീർന്ന ഈ ഒരു പരിപാടി ഞങ്ങളുടെ പ്രിയപ്പെട്ട സാറിനെ നന്ദിയോടെ ഓർക്കുന്നു. ഞങ്ങളുടെ സ്കൂളിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ പല ദിവസങ്ങളിലായി ഒത്തിരിയേറെ പേരുള്ള ഞങ്ങളുടെ അധ്യാപകർ, അനധ്യാപകർ, PTA അംഗങ്ങൾ ഏവരെയും നന്ദിയോടെ ഓർക്കുന്നു. വളരെ പ്രത്യേകമായി ഞങ്ങളുടെ